വെൽക്കം ടു ഷീനാസ് ക്രിയേഷൻ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ബർത്ത്ഡേ സ്പെഷ്യൽ കേക്കാണ്. വാനില ഫ്ലേവേർഡ് ആയിട്ടുള്ള ഒരു യൂണിക്കോൺ സ്റ്റൈൽ കേക്കാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടുന്ന രീതിയിൽ കുറച്ച് കളർഫുള്ളായിട്ട് നമ്മൾ ഫോണ്ടൻ്റൊന്നും ഉപയോഗിക്കാതെയാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. ഇത് തയ്യാറാക്കാനായിട്ട് നമ്മൾ എപ്പോഴത്തെയും പോലെ ആദ്യം മോൾഡ് ഒന്ന് ഗ്രീസ് ചെയ്ത് വെക്കണം. ആദ്യം കുറച്ച് ഓയിൽ തടവിയതിന് ശേഷം ബട്ടർ പേപ്പർ വെച്ച് കഴിഞ്ഞ് വീണ്ടും കുറച്ച് ഓയിൽ തടവി നമ്മൾ മോൾഡ് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാൻ പോവുകയാണ്. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. കൂടാതെ ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എന്നിവ കൂടി ചേർത്ത് നന്നായി അരിച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു 3 തവണ ഞാൻ അരിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തായിട്ട് നമ്മൾ വെറ്റ് ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാൻ പോവുകയാണ്. അതിനായിട്ട് ഞാനിവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് നന്നായി ബീറ്റ് ചെയ്യാൻ പോവുകയാണ്. മുട്ട നമ്മൾ നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. ഇതിൻ്റെ കളറൊന്ന് ചേഞ്ച് ചെയ്ത് ഒരു ഓഫ് വൈറ്റ് കളറായി വരുന്നത് വരെ നമ്മൾ നന്നായി ബീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സ്പോഞ്ചിൽ മുട്ടയുടെ കുത്തൽ ഭയങ്കരമായിട്ട് വരും. അതുകൊണ്ടാണ് നമ്മൾ മുട്ട നന്നായി ബീറ്റ് ചെയ്ത് ക്രീമി ടെക്സ്ചറിലാക്കി എടുക്കുന്നത്. ഇപ്പോൾ അത് നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ കളറെല്ലാം മാറി ഒരു ഓഫ് വൈറ്റ് കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ഒന്നിച്ച് ചേർത്ത് കൊടുക്കുന്നില്ല, ഇടയ്ക്കിടയ്ക്കായിട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ പഞ്ചസാര ചേർത്ത് കഴിഞ്ഞ് നമ്മൾ നന്നായി ബീറ്റ് ചെയ്തൊന്ന് യോജിപ്പിച്ചെടുക്കണം. അതിനുശേഷം നമ്മളിതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1/4 കപ്പ് ഓയിലാണ്, സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതും കുറച്ചായിട്ടാണ് ചേർത്ത് അടിച്ചെടുക്കുന്നത്. ഓയിൽ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓവർ ബീറ്റ് ചെയ്യാൻ പാടില്ല. ഒരു 30 സെക്കൻഡിൽ കൂടുതൽ നമ്മൾ ബീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കേക്ക് ഹാർഡായി പോകും. ഇപ്പോൾ നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻറ്റ് തയ്യാറായിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് അരിച്ചു വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇത് നമ്മൾ ഒരു 2-3 ബാച്ചായിട്ടാണ് ചേർത്ത് കൊടുത്ത് ഫോൾഡ് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് ഇളക്കുന്ന സമയത്ത് നമ്മളെ ബാറ്റർ തിക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പാൽ ഒഴിച്ചു കൊടുത്ത് അത് കൺസിസ്റ്റൻസി കറക്റ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ റൂം ടെമ്പറേച്ചറിലുള്ള പാലിനെയാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ പാൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, നമ്മളെ ബാറ്റർ ഒന്ന് ലൂസാക്കി എടുക്കാനായിട്ട്. ഇപ്പോൾ ഇത് നമ്മളെ ബാറ്റർ നല്ല കറക്റ്റ് കൺസിസ്റ്റൻസി ആയി വന്നിട്ടുണ്ട്. ഇനി ലാസ്റ്റ് നമ്മളിതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇനി നമ്മൾ ഈ ബാറ്റർ ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എപ്പോഴും മോൾഡിൻ്റെ പകുതി വരെ ബാറ്റർ ഉണ്ടാവാൻ പാടുള്ളൂ. ഇനി നമ്മൾ ഇതിൻ്റെ മുകൾ വശത്തുനിന്ന് ലൈൻ ഇട്ട് കൊടുക്കുകയാണ്. ഇത് നമുക്ക് കേക്കിൻ്റെ മുകൾ വശം ഒരുപോലെ വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഈ മോൾഡ് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ കേക്ക് ഓവനില്ലാതെ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ ഒരു ചൂട് കട്ടിയുള്ള പാത്രത്തിൽ കുറച്ച് ഉപ്പ് നിരത്തിയിട്ട് ഒരു 10 മിനിറ്റ് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ മൗൾഡ് അതിലേക്ക് ഇറക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അടച്ച് വെച്ചൊരു 35 മിനിറ്റ് നേരം നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ട് ബേക്ക് ചെയ്തെടുത്ത കേക്കാണ്. ഉൾവശം എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി കേക്കൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഡിമോൾഡ് ചെയ്തെടുക്കാം. ഇങ്ങനെ നമ്മൾ ഒരു കത്തി കൊണ്ട് അടർത്തി കൊടുത്താൽ മാത്രം മതി. പിന്നെ ഒരു പ്ലേറ്റ് വെച്ച് നമ്മൾ മൗൾഡ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കേക്ക് അടർന്നു വരും. ഇനി ഈ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. അടിവശം ഒന്നും കരിഞ്ഞു പോവാതെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. മുകൾ വശം എല്ലാം ഒരുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ കേക്കിനുള്ള സ്പോഞ്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ഷുഗർ സിറപ്പ് തയ്യാറാക്കിയെടുക്കാൻ പോവുകയാണ്. അതിനായിട്ട് ഒരു 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാൻ പോവുകയാണ്. പഞ്ചസാര എല്ലാം നന്നായി അലിഞ്ഞ് വെള്ളം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒന്ന് തണുക്കാനായിട്ട് വയ്ക്കാം. അടുത്തതായിട്ട് നമ്മൾ വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ പോവുകയാണ്. അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്ത് നമ്മൾ നല്ല പീക്ക് ഫോമിലാക്കി എടുക്കണം.
നമ്മൾ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു 3 ടീസ്പൂൺ പൗഡർ ഷുഗർ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് നമ്മുടെ ക്രീം നന്നായി വന്നിട്ടുണ്ട്, നന്നായി സ്റ്റിഫായി നിൽക്കുന്നുണ്ട്. ഇനി നമ്മൾ കേക്ക് സെറ്റ് ചെയ്യാൻ പോവാണ്. അതിനായിട്ട് നമ്മൾ കേക്ക് ഞാനൊരു 4 ലെയറായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ 4 ലെയറിൽ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പ് ഒന്ന് തളിച്ചു കൊടുക്കാൻ പോവാണ്. ഷുഗർ സിറപ്പ് എത്ര തളിക്കുന്നോ അതിനനുസരിച്ച് നമ്മൾ കേക്ക് സോഫ്റ്റായിട്ട് വരും. നമ്മൾ ഒന്നിച്ച് ഇപ്പോൾ തളിച്ചു കൊടുക്കുന്നില്ല. കേക്ക് ലെയർ ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ളത് കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇപ്പോൾ ദാ ഞാനൊരു കേക്ക് ബോർഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സെൻറ്ററിലായിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം പുരട്ടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുകയാണ്. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഷുഗർ സിറപ്പ് തളിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ക്രീം സ്പ്രെഡ് ചെയ്യുന്ന സമയത്ത് ഒരേ ലെവലിലാക്കി എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഞാൻ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചോക്കോ ചിപ്സ് കൂടി ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ സെക്കൻഡ് ലെയർ സ്പോഞ്ച് വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ഷുഗർ സിറപ്പ് തെളിച്ച് കൊടുക്കുകയാണ്. നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഷുഗർ സിറപ്പ് മുഴുവനും ഈ കേക്ക് ലെയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്യാം. ഇപ്പോൾ ഇതാ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന് മുകളിലേക്ക് തേർഡ് ലെയർ സ്പോഞ്ച് കൂടി ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. ഇനി അതിനുശേഷവും ക്രീം നമ്മൾ സ്പ്രെഡ് ചെയ്യാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറച്ച് ചോക്കോ ചിപ്സ് വിതറി കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് ലെയറിലും ഫസ്റ്റ് ലെയറിലുമാണ് നമ്മൾ ചോക്കോ ചിപ്സ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ലാസ്റ്റ് സ്പോഞ്ച് കൂടി വെച്ച് കൊടുത്ത് ഷുഗർ സിറപ്പ് മുഴുവനായിട്ട് തളിച്ച് കൊടുക്കുകയാണ്. ഇങ്ങനെ ഷുഗർ സിറപ്പ് നന്നായി തെളിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ മുകളിലും സൈഡിലൊക്കെ ക്രീം ഒന്ന് തേച്ച് കൊടുക്കുകയാണ്. ആദ്യം നമ്മൾ കുറച്ച് ക്രീം പുരട്ടി ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കുന്നേ ഉള്ളൂ. എന്നിട്ടൊരു 30 മിനിറ്റ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് എടുത്തിട്ട് നന്നായി ക്രീമെല്ലാം പുരട്ടി ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇതാ മുകളിലും സൈഡിലൊക്കെ ഞാനൊന്ന് ജസ്റ്റ് തേച്ച് കൊടുത്തതിന് ശേഷം ക്രം കോട്ട് ചെയ്ത് ഒന്ന് അരമണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കാൻ പോവാണ്. അരമണിക്കൂറിന് ശേഷം നമ്മളിതെടുത്ത് കുറച്ച് കട്ടിയിൽ തന്നെ ക്രീമെല്ലാം തേച്ച് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോഴേ നമുക്ക് കേക്ക് നല്ല ഷേപ്പായിട്ട് വരുള്ളൂ. ഇപ്പോൾ ഞാൻ നമ്മളെ കേക്കെല്ലാം നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ജെംസ് വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ പോവാണ്. ശരിക്കും എൻ്റെ മോളെ ബർത്ത്ഡേ കേക്കാണ്, അതുകൊണ്ട് ഞാൻ അവളുടെ അടുത്ത് ചോദിച്ചിട്ടാണ് ഇതിൻ്റെ ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുള്ളത്. അവൾക്ക് യൂണിക്കോൺ ഷേപ്പിലുള്ള ക്യാൻഡി കേക്കാണ് വേണമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു തീം എടുത്തിട്ടുള്ളത്. നമ്മൾ ഈ ജെംസ് ഫിറ്റ് ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ കേക്ക് ഫ്രീസറിലേക്ക് വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ക്രീം ലൂസായാൽ ഈ ജെംസ് എല്ലാം കൂടെ താഴേക്ക് വരും. ഇപ്പം ഞാനൊരു അരമണിക്കൂറിന് ശേഷം നമ്മൾ കേക്ക് ഫ്രീസറിൽ നിന്ന് എടുത്തതാണ്. ഇപ്പോൾ ഇതാ ഞാനിതിന് യൂണിക്കോണിൻ്റെ ഐസും ഇയേഴ്സും എല്ലാം വെച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ വിപ്പിംഗ് ക്രീം വെച്ചിട്ടുള്ള കുറച്ച് ഡെക്കറേഷനാണ് ചെയ്യാൻ പോകുന്നത്. ഇനി ബാക്കിയുള്ള വിപ്പിംഗ് ക്രീം വെച്ചിട്ട് നമ്മൾ മുകളിലും ഒന്ന് ഫ്ലേവേഴ്സായിട്ട് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ഇത് മുകൾ വശം മുഴുവനായിട്ട് ഞാനൊന്ന് ഫ്ലവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ പൈപ്പിംഗ് ബാഗ് വെച്ചിട്ടുള്ള ഡെക്കറേഷനൊക്കെ ഓരോരുത്തരുടെ കഴിവിനനുസരിച്ച് ചെയ്തെടുക്കുക. ചിലർക്ക് ഫ്ലവേഴ്സൊക്കെ നന്നായിട്ട് വരയ്ക്കാൻ അറിയുന്നുണ്ടാവും. എൻ്റെ ഇപ്പോൾ ഇതാ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്, എന്നാലും കുഴപ്പമില്ല. ഇനി ഞാനിവിടെ യൂണിക്കോണിന് കൊമ്പ് വെച്ച് കൊടുക്കുകയാണ്. ഇത് ഞാൻ കാരമലൈസ്ഡ് ഷുഗർ വെച്ചുകൊണ്ട് ഷേപ്പ് ചെയ്തെടുത്തതാണ്. അതുപോലെ ഇതിൻ്റെ ഐസ് രണ്ടും ഞാൻ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് ഈ ഷേപ്പിലൊന്ന് വരച്ചെടുത്തതാണ്.
കഴിഞ്ഞിട്ടില്ല, ലാസ്റ്റായി ഞാൻ കുറച്ച് ഷുഗർ ബോൾസ് കൂടി ഇതിൻ്റെ മുകളിലൊന്ന് വിതറി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ നമ്മൾ യൂണിക്കോൺ സ്റ്റൈൽ ബർത്ത്ഡേ കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.